ദ ബിഗസ്റ്റ് മിത്ത് അബൌട്ട് ജെഇ പ്രിപ്പറേഷൻ. നിങ്ങളൊരു ജെഇ ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജെഇ ആയി ബന്ധപ്പെട്ട കുറേ മിത്തുകൾ ഉണ്ടാവും അല്ലേ? ആ മിത്തുകളും അതിൻ്റെ റിയാലിറ്റിയും എന്താണ് എന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്പർ 1, യു മസ്റ്റ് സ്റ്റഡി 12 to 14 hours എവറി ഡേ ടു ക്രാക്ക് ജെഇ. ആണോ? എല്ലാ ദിവസവും 12 മുതൽ 14 മണിക്കൂർ വരെ നിങ്ങൾ പഠിച്ചാലേ ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ എത്രത്തോളം നേരം പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് പഠിക്കുന്നു, എത്ര ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു എന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു 10 hours പഠിക്കുന്നുള്ളൂ എന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. 10 hours പഠിക്കുന്ന എനിക്ക് ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റും. 10 hours എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. പക്ഷേ ആ 10 മണിക്കൂർ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കുന്നു, എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്പർ 2, യു നീഡ് ടു കവർ എവറി ബുക്ക് ആൻഡ് എവറി റിസോഴ്സസ് അവൈലബിൾ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ബുക്കുകളും അരിച്ചു പെറുക്കി വായിച്ച് അതിലെ മുഴുവൻ ചോദ്യങ്ങളും ചെയ്താൽ മാത്രമേ ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കുകളിൽ നിങ്ങൾ ഭയങ്കര എഫക്റ്റീവായിട്ടും ഭയങ്കര സെലക്റ്റീവായിട്ടായിരിക്കണം നിങ്ങൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത്. അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ അതിലെ തിയറിക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ ഈ മെറ്റീരിയലുകൾ പിന്നെയും റെഫർ ചെയ്യാൻ പാടില്ല. കാരണം ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അതോടുകൂടി പഠിച്ചു കഴിഞ്ഞിരിക്കണം. പിന്നീട് അതിൻ്റെ ക്ലാസ്സുകൾ വീണ്ടും കാണാനോ അല്ലെങ്കിൽ വീണ്ടും റെഫർ ചെയ്യാനോ ഇടവരരുത്. അപ്പോൾ ക്ലാസ് കാണുന്ന ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾ ആ കൺസെപ്റ്റിൽ പക്കയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. പിന്നീട് നിങ്ങൾ എന്തിനാണ് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത്? അഡീഷണൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. എന്ന് വെച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലുള്ള മുഴുവൻ ചോദ്യങ്ങളും ചെയ്ത് തീർക്കണം എന്ന വാശി നമുക്ക് വേണ്ട. എത്രത്തോളം ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്, ഇൻക്ലൂഡിങ് PYQs. കോപ്പിംഗ് ടോപ്പേഴ്സ് റൂട്ടീൻ വിൽ മേക്ക് യു ടോപ്പർ. അതായത് നമ്മൾ കുറേ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലേ? ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് തരാറുണ്ട്, നമ്മളെ കോൺഫിഡൻ്റ് ആക്കും. എന്ന് വെച്ച് ഒരു ടോപ്പർ ഫോളോ ചെയ്ത റൂട്ടീൻ അതേപോലെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ ജെഇ ക്രാക്ക് ചെയ്യാൻ? ഒരിക്കലുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും, ഓരോരുത്തരും ഓരോ ബിഹേവിയറുള്ള ആളുകളായിരിക്കും, ഓരോരുത്തരുടെ സ്വഭാവം ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? റൂട്ടീൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ടോപ്പർ ഇൻ്റർവ്യൂ കാണുമ്പോൾ ടോപ്പർ പറയുകയാണ് ഞാൻ രാവിലെ 4 മണി മുതൽ എഴുന്നേറ്റിരുന്ന് പഠിക്കാറുണ്ട് എന്ന് വെച്ച് നിങ്ങൾ പിറ്റേന്ന് മുതൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. കാരണം നമ്മളൊരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കില്ല. നമ്മൾ രാത്രി വളരെ ലേറ്റ് ആയിട്ടിരുന്ന് പഠിച്ചാലും നമുക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ രീതിയല്ല, ഒരാളുടെ സ്ട്രാറ്റജി അല്ല നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം, നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാൻ വേണം. എ പുവർ മോക്ക് ടെസ്റ്റ് സ്കോർ മീൻസ് യു കനോട്ട് ക്രാക്ക് ജെഇ. മോക്ക് ടെസ്റ്റുകളുടെ സ്കോർ ഭയങ്കരമായിട്ട് കുറവാണ് എന്ന് വെച്ച് നിങ്ങൾ ജെഇ ക്രാക്ക് ചെയ്യില്ല എന്നതിനർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം മോക്ക് ടെസ്റ്റുകളുടെ സ്കോർ, നമ്മൾ ഓരോ പരീക്ഷ നമ്മൾ നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അല്ലേ? നമ്മുടെ തെറ്റുകൾ എവിടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മോക്ക് ടെസ്റ്റ് സ്കോർ കുറവാണെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ അവിടെ നമുക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ആ മിസ്റ്റേക്കുകളുടെ എണ്ണം അടുത്ത മോക്ക് ടെസ്റ്റിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റണം. മുഴുവനായിട്ടും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കുറയ്ക്കാൻ നമുക്ക് പറ്റിയാൽ മതി. അങ്ങനെ നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും വരുന്ന മിസ്റ്റേക്കുകൾ എഴുതിയിടുമ്പോൾ അതിനെ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൈനാണ്, ഒരു പോസിറ്റീവ് സൈനാണ്. നിങ്ങൾക്ക് എന്തായാലും ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് നിങ്ങൾ വരുന്ന മിസ്റ്റേക്കുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകളുടെ സ്കോർ കുറയുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 5, മിസ്സിംഗ് 1 day സ്റ്റഡി വിൽ റൂയിൻ യുവർ എൻറ്റയർ ജെഇ പ്രിപ്പറേഷൻ. ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കിയതുകൊണ്ട് നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷൻ മൊത്തം തകിടം മറിയും, ഒരിക്കലും ജെഇ നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമല്ല. മാത്രമല്ല, ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാവുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് മോശമായതുകൊണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂ മോശമാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ക്ലാസ് കാണേണ്ട കാര്യമില്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ താൽക്കാലികമായിട്ട് ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ബ്രേക്ക് എടുക്കണം എന്നല്ല പറയുന്നത്. 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റഡീസിലേക്ക് തിരിച്ചു വരാം, നിങ്ങൾക്ക് വീണ്ടും അവിടേക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സംഭവിക്കുക നമ്മുടെ ഹെൽത്തിനെ വകവയ്ക്കാതെ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നോട്ട് പോകും. അത് കഴിയുമ്പോൾ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാവും, നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഹെൽത്തിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ആവശ്യത്തിന് ഉറങ്ങണം. ഇത് മൂന്നും ഒരു ജെഇ പ്രിപ്പറേഷൻ്റെ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. നമ്പർ 6, സോൾവിങ് മോർ ക്വസ്റ്റ്യൻസ് ആസ് ഇമ്പോർട്ടൻ്റ് ദാൻ അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റ്സ്. അതായത് നിങ്ങൾക്കൊരു തിയറി കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിലും
അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. തിയറി കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, ഒരിക്കലും അങ്ങനെയല്ല. തിയറി നിങ്ങൾക്ക് അറിയാമെങ്കിലേ അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തിയറിയുടെ അപ്ലിക്കേഷനാണ്. അപ്പോൾ തിയറി അറിയാത്ത, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കുട്ടി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക? അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും, തിയറി നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക? ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടില്ല. കിട്ടാത്തപ്പോൾ നമ്മൾ സൊല്യൂഷൻ നോക്കും, അത് അടച്ചു വെക്കും, പിന്നെയും ചെയ്യും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷൻ നോക്കി ചെയ്ത ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെയും കിട്ടിയില്ല എന്ന് വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടല്ല. അവിടെ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ആ സൊല്യൂഷൻ നോക്കി അത് അതേപോലെ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൽഫ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ആ തിയറിയിൽ, കൺസെപ്റ്റിൽ കൃത്യമായ ക്ലാരിറ്റി വേണം. അതുകൊണ്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനൊപ്പം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൂടി വേണം. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്പർ 7, മിക്കവാറും ആളുകളുടെ ഉള്ളിലുള്ള ഒരു മിത്ത് ഞാൻ പറയട്ടെ. റിവിഷൻ ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ലേണിംഗ് ന്യൂ ടോപ്പിക്സ്. നമ്മളെപ്പോഴും പുതിയ ടോപ്പിക്സ് ഇനി എന്താ പഠിക്കാല്ലേ, അയ്യോ ഞാൻ ഇത്രയും പഠിച്ചല്ലോ, ഇനി എന്തൊക്കെയോ പഠിക്കാനുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക ചെയ്യാം. നമ്മൾ റിവൈസ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകും. ഓക്കെ, നമ്മൾ വിചാരിക്കും ആൾറെഡി പഠിച്ചതല്ലേ, ഇതൊക്കെ എൻ്റെ ബ്രെയിനിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് റിവൈസ് ചെയ്യേണ്ട സമയം പോലും നമുക്ക് പുതിയ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടി ചോദ്യങ്ങൾ ചെയ്യാലോ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം. അങ്ങനെയല്ല. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിന് ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ഉണ്ട്. കുറേ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നു തുടങ്ങും. സ്വാഭാവികമാണ്. എത്ര ഐക്യമുള്ള ആളാണെന്ന് പറഞ്ഞാലും പഴയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു തുടങ്ങും. സോ കൃത്യമായ ഇൻ്റർവെല്ലുകളിലുള്ള റെഗുലറായ റിവിഷനാണ് നമുക്ക് ജെയ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ പുതിയ ടോപ്പിക്കുകൾ പഠിക്കേണ്ട എന്നല്ല, അതിനൊപ്പം റിവിഷന് കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്പർ 8, സക്സസ് ഇൻ ജെയ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇൻ്റലിജൻസ്, നോട്ട് ഓൺ ഡിസിപ്ലിൻ. അതായത് നിങ്ങളൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് +2 നല്ല സ്കോറുണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ നല്ല സ്കോറുണ്ട്. സോ നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാത്രം നമുക്ക് ജെയ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ജെയ് പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇൻ്റലിജൻ്റ് ആണെങ്കിലും കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജെയ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇഫ് യു സ്റ്റാർട്ട് യുവർ ജെയ് പ്രിപ്പറേഷൻ ലേറ്റ്, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ക്രാക്ക് ജെയ്. ജെയ് പ്രിപ്പറേഷൻ നിങ്ങൾ ലേറ്റായി തുടങ്ങിയാൽ നിങ്ങൾക്ക് ജെയ് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, തെറ്റിദ്ധാരണയാണ്. അതൊരു മിത്ത് മാത്രമാണ്. അതിൻ്റെ റിയാലിറ്റി എന്താണെന്നറിയാവോ? ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജെയ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അടിപൊളിയായിട്ട് നമുക്കിപ്പോഴും പഠിച്ച് മുന്നോട്ട് പോയി ജെയ് ഫസ്റ്റ് ഫേസ്, അതായത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജെയ് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. നന്നായിട്ട് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റും. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയി നമ്മൾ മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. സൈലത്തിൻ്റെ ഓൺലൈൻ ധീര ജെയ് ബാച്ച് ഇപ്പോഴും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു ജെയ് ആസ്പിരൻ്റ് ആണ്, നിങ്ങൾക്ക് 2027 ജെയ് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NIT IIT പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും സൈലത്തിനൊപ്പം ചേരാം. നമുക്ക് ഒരുമിച്ച് 2027 ജെയ് ക്രാക്ക് ചെയ്യാം.